അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയ ശ്രോതാക്കളെ, പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാനിലെ ഈ വിലമതിക്കാനാവാത്ത ദിവസങ്ങൾ നിശബ്ദമായി നമ്മിൽ നിന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സൂര്യോദയവും നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു അവസരമാണ്. ഓരോ സൂര്യാസ്തമയവും നമ്മെ സംബന്ധിച്ച് ഒരു വിചാരണ നടത്തേണ്ട സമയമാണ്. നമുക്ക് ലഭിച്ച ഈ അനുഗ്രഹീതമായ നിമിഷങ്ങൾ അപ്രതീക്ഷിതമായി നഷ്ടപ്പെടുന്നതിന് മുമ്പ് അവയെ ജാഗ്രതയോടെയും വിശ്വാസത്തോടെയും സൽക്കർമ്മങ്ങൾ കൊണ്ട് നിറക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റമളാൻ മാസം അത് വെറും നോമ്പിൻ്റെ മാസം മാത്രമല്ല, ആത്മപരിശോധനയുടെ മാസമാണ്, ഹൃദയശുദ്ധിയുടെ മാസമാണ്, പടച്ച തമ്പുരാനോട് കൂടുതൽ അടുക്കാനുള്ള മാസമാണ്. ആ നിലക്ക് ഈ ആത്മീയ അന്തരീക്ഷത്തിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൻ്റെ ഒരു ഹൃദയസ്പർശിയായ അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം. സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി മുലയൂട്ടിയത് സ്വന്തം മാതാവായ ആമിനയായിരുന്നു. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞ് ലോകത്ത് ആദ്യം അനുഭവിക്കുന്നത് അത് സ്വന്തം മാതാവിൻ്റെ നെഞ്ചിലൂടെയുള്ള സ്പർശനമാണ്. മാതൃഹൃദയത്തിൻ്റെ താളം കേട്ടുകൊണ്ട് ഒരു സുരക്ഷയുടെ പ്രാഥമിക ബോധം ഒരു കുഞ്ഞിന് അവിടെ നിന്നാണ് ആദ്യം ജനിക്കുന്നത്. മുലയൂട്ടുന്ന ആദ്യ നിമിഷങ്ങളിൽ മാതാവും കുഞ്ഞും തമ്മിലുണ്ടാകുന്ന സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റ് അതൊരു കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പും ശ്വാസോച്ഛ്വാസവും മാനസിക സമാധാനവും ഒക്കെ സ്ഥിരപ്പെടുത്താൻ സഹായിക്കുന്നതാണ് എന്ന് വിദഗ്ധരായ ആളുകൾ അഭിപ്രായപ്പെടുന്നത്. ജീവിതത്തിലെ ആദ്യ ബന്ധം തന്നെയാണ് ഭാവിയിലെ വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനമെന്ന് മനഃശാസ്ത്ര വിദഗ്ധരും പറഞ്ഞു വെക്കുന്നത്. അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അവിടുത്തെ ജീവിതത്തിൻ്റെ ആദ്യ അനുഭവം അത് മാതൃസ്നേഹത്തിൻ്റെ ചൂട് തന്നെയായിരുന്നു. തുടർന്ന് അബൂലഹബിൻ്റെ ഭൃത്യയായ സുവൈബയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുലയൂട്ടിയിട്ടുണ്ട്. ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ പാലൂട്ടാനായി പല കൈകളും കൈമാറി വന്നിട്ടുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയ വലിയ ഒരു പദ്ധതി അതിൻ്റെയെല്ലാം പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നതാകും ശരി. മക്കയിൽ പണ്ടൊക്കെ അറബികളുടെ പതിവനുസരിച്ച് കുട്ടികളെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് അയച്ച് മുലയൂട്ടി വളർത്തുക എന്നൊരു സമ്പ്രദായമുണ്ടായിരുന്നു. ഇത് വെറും സാമ്പത്തിക ഇടപാടായി കണ്ടിരുന്ന ഒരു സേവനമല്ല, അതും ഒരു സാമൂഹികവും ആരോഗ്യപരവുമായ സംസ്കാരബോധം വളർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു രീതിയായിരുന്നു. നമുക്കറിയാം, മക്ക എന്ന് പറയുന്നത് അതൊരു വ്യാപാര കേന്ദ്രമാണ്. തിരക്കും പൊടികളും രോഗങ്ങളുമൊക്കെയുള്ള മക്കയേക്കാൾ എന്തുകൊണ്ടും അവർ തൃപ്തിപ്പെടുന്നത് ഗ്രാമങ്ങളാണ്. തുറന്ന ആകാശവും ശുദ്ധമായ വായുവും അവിടെ വളരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായി അവരെ ശക്തമാക്കാൻ ഉതകുന്നതാണ്. അതുമാത്രമല്ല, ഗ്രാമത്തിലെ ഭാഷയുടെ ശുദ്ധി പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു ഘടകമാണ്. ആ നിലക്ക് ബനൂ സഅദ് ഗോത്രം ശുദ്ധവും ഗാംഭീര്യവുമുള്ള അറബി ഭാഷയ്ക്ക് പ്രശസ്തി നേടിയ ഒരു പ്രദേശമാണ് എന്നത് ഇതോടൊപ്പം ചേർന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ദിവസം പരിശുദ്ധ ഖുർആൻ ഇറങ്ങേണ്ട ഹൃദയം ആ നിലക്ക് ഭാഷയുടെ പരിപൂർണതയിൽ വളരേണ്ടത് അനിവാര്യത അറിയിക്കുന്നൊരു വിഷയമാണ്. വിശാലമായ മരുഭൂമിയിൽ ഭംഗിയുള്ള തുറന്ന പ്രകൃതിയിൽ ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ അത് ധൈര്യവും സ്വതന്ത്ര ചിന്തയും സമാധാനവുമൊക്കെ വളർത്തുമെന്നുള്ളത് പരിഗണിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കിക്കൊണ്ടിരുന്ന പദ്ധതി ഒരു സാധാരണ കുഞ്ഞിനെ പരിപാലിച്ചു വളർത്തിക്കൊണ്ടുവരുന്നതല്ല, മറിച്ച് ഒരു സമുദായത്തിൻ്റെ നേതാവിനെയാണ്, ലോകത്തിലേക്ക് കാരുണ്യവുമായി നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനെയാണ് ഏറ്റവും നല്ല രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപാലിച്ചു വളർത്തിക്കൊണ്ടുവന്നത്. സഹോദരങ്ങളെ, ഇങ്ങനെയൊരു പശ്ചാത്തലമുള്ള കാലഘട്ടത്തിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതും അവിടത്തേക്ക് മുല കൊടുക്കാൻ വേണ്ടി അതിന് പ്രാപ്തയായ ഒരു സ്ത്രീയെ അന്വേഷിക്കുന്നതും. ഈ സാഹചര്യത്തിൽ നല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബങ്ങളിൽ നിന്ന് കുട്ടികളെ തേടി മുലയൂട്ടാൻ തയ്യാറുള്ള സ്ത്രീകൾ മക്കയിലേക്ക് എത്തി. അവർ മക്കയിലെ പല വീടുകളിലും കുഞ്ഞുങ്ങളെ അന്വേഷിച്ചു. ആ അന്വേഷണം നടത്തിയ സ്ത്രീകളിൽ ഹലീമത്ത് സഅദിയ എന്ന സ്ത്രീയുമുണ്ടായിരുന്നു. മക്കയിലേക്ക് പുറപ്പെട്ട പല സ്ത്രീകളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവരം കേട്ടപ്പോൾ പിന്മാറുകയാണ് ചെയ്തത്. കാരണം ആ കുട്ടി ഒരു യത്തീമാണ്, അനാഥ കുഞ്ഞാണ്. പിതാവില്ലാത്തത് കൊണ്ട് തന്നെ
സാമ്പത്തികമായ ഒരു സഹായം ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കി കേട്ട മാത്രയിൽ തന്നെ പല ആളുകളും അതിൽ നിന്ന് പിന്മാറി. സമൂഹം പലപ്പോഴും വില കണക്കാക്കുന്നത് സാമ്പത്തിക ശേഷി അനുസരിച്ചാണല്ലോ. അന്ന് ഓരോ സ്ത്രീകളും തനിക്ക് ലഭിച്ച കുഞ്ഞുങ്ങളുമായി അവരുടെ നാട്ടിലേക്ക് മടങ്ങി. എന്നാൽ ഹലീമത്തു സഅദിയ ആരെയും ലഭിക്കാതെ മാനസികമായ പ്രയാസത്തിൽ അകപ്പെട്ടിരിക്കുമ്പോൾ വെറും കൈയോടെ മടങ്ങാൻ ആ മഹദിക്ക് മാനസികമായി സാധിച്ചില്ല. അതുകൊണ്ട് ഈ യത്തീമിനെയെങ്കിലും ഞാൻ സ്വീകരിക്കട്ടെ എന്നവർ തീരുമാനിച്ചു. ഹലീമത്തു സഅദിയക്ക് അറിയില്ലായിരുന്നു താൻ സ്വീകരിക്കാൻ പോകുന്നത് അത് ലോക ചരിത്രം മാറ്റാൻ പോകുന്ന ഒരു കുഞ്ഞാണ് എന്ന്. സഹോദരങ്ങളെ, ഒരു സമൂഹം ഭാവിയല്ല എന്ന് മുദ്ര കുത്തിയ ഒരാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാവിയുടെ നേതാവാക്കാൻ പോവുകയാണ്. മക്കയിൽ ആർക്കും വേണ്ടാതിരുന്ന ഒരു കുഞ്ഞിനെ ഒരു സ്ത്രീ സ്വീകരിക്കുകയാണ്. അനാഥരെ അവഗണിച്ചുകൊണ്ട്, ദുർബലരെ നിസ്സാരമായി കണ്ടുകൊണ്ട്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ വില കുറച്ചു കാണുന്നത് അതൊരു പക്ഷേ തങ്ങൾക്ക് വരുന്ന അനുഗ്രഹം തട്ടിമാറ്റലായിരിക്കും. പലപ്പോഴും സമൂഹം നിരസിച്ച വാതിലിലൂടെ ഈ അനുഗ്രഹങ്ങളൊക്കെ കടന്നു വരും എന്നുള്ളതാണ് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പാഠം. ഹലീമത്തു സഅദിയ ആ കുഞ്ഞിനെ മുലയൂട്ടാൻ തീരുമാനിച്ച നിമിഷം മുതൽ അവരുടെ കുടുംബത്തിൻ്റെ ചരിത്രം തന്നെ മാറി മറിയുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കാറുണ്ട്. പല ആളുകളും ആ തീരുമാനത്തെ വിമർശിക്കുകയും അത് ലാഭകരമല്ല എന്ന് പറഞ്ഞതായും അനുഭവമുണ്ടാകും. പക്ഷേ നന്മയുടെ ഉദ്ദേശത്തോടെ നമ്മളെടുത്ത പല തീരുമാനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ അനുഗ്രഹം നിറക്കും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അന്ന് ഹലീമത്തു സഅദിയ എന്ന സ്ത്രീ എടുത്ത ഒരു തീരുമാനം, ഒരു അനാഥ കുഞ്ഞിനെ ചേർത്ത് പിടിക്കാൻ തയ്യാറായ നിമിഷം, അത് ഇന്നും ആ ഒരു സ്ത്രീയെ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ വളരെ ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി ഓർക്കുന്നു എന്നുള്ളത് ഇത് കേവലം വെറും ഒരു ചരിത്ര സ്മരണയല്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. മറിച്ച് ഇത് വലിയ ഒരു സന്ദേശം നൽകുന്ന കാര്യമാണ്. സഹോദരങ്ങളെ, ഇവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം അത്ഭുതത്തിലേക്ക് കടക്കുന്നത്. മുലയൂട്ടാൻ വേണ്ടി കുഞ്ഞുമായി പോയ ഹലീമ ആ കുഞ്ഞിനെ മടിയിലെടുത്ത നിമിഷം തന്നെ വർഷങ്ങളായി വറ്റിയിരുന്ന തൻ്റെ മാരടങ്ങൾ പാലുകൊണ്ട് നിറയുകയാണ്. ഇത് വെറും ഒരു ശാരീരികമായ മാറ്റമല്ല, മറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു മാതൃഹൃദയത്തിൻ്റെ ആത്മവിശ്വാസം മടങ്ങിയെത്തിയ നിമിഷമാണ്. അന്നേരം ആ കുഞ്ഞ് തൃപ്തിയായി മുല കുടിച്ചു. അവിടെ കരച്ചിലില്ല, അവിടെ അശാന്തിയില്ല, അവിടെ മാനസികമായ തൃപ്തി മാത്രമാണ് ആ കുഞ്ഞിനും അതുപോലെ തന്നെ ആ മുലയൂട്ടുന്ന ഹലീമത്തു സഅദിയയും അനുഭവിക്കുന്നത്. ഒരു കുഞ്ഞിൻ്റെ സമാധാനം മുല കൊടുക്കുന്നവരെ സമാധാനിപ്പിക്കുന്നുണ്ട് എങ്കിൽ ആ സമാധാനം ഏതൊരു കുഞ്ഞിനെയും ശക്തമാക്കും എന്നാണ് ആധുനിക പഠനങ്ങൾ നമുക്ക് അറിയിച്ചു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയ ഈ ഒരു ബന്ധം അത് പരസ്പര കരുണയുടെ ഉദാത്തമായ ഒരു ശൃംഖലയാണ് സഹോദരങ്ങളെ. ഇവിടെ മുല കൊടുത്ത ഹലീമയും തൻ്റെ കൈവശമുള്ള കുഞ്ഞും അവർ രണ്ടുപേരും സമാധാനമായി അന്ന് കിടന്നുറങ്ങി. ദീർഘകാല ക്ഷാമം അനുഭവിച്ച ആ ഒരു കുടുംബത്തിന് ആ രാത്രി തന്നെ ഒരു ആശ്വാസത്തിൻ്റെ ആദ്യ നിമിഷമായിരുന്നു. ഇത് അവർ അനുഭവിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു തുടക്കമായിരുന്നു. സഹോദരങ്ങളെ, അന്ന് മുതൽ ഹലീമയുടെ കുടുംബത്തിൽ അവരുടെ വീട്ടിലുണ്ടായിരുന്ന പ്രായമായ ആടിൻ്റെ അകിടിൽ പാൽ നിറഞ്ഞ അവസ്ഥയുണ്ടായി. വർഷങ്ങളായി ആ കുടുംബത്തിന് പാൽ കൊടുക്കാത്ത ആ മൃഗം ഇന്ന് അവർക്കുള്ള ആവശ്യമുള്ള പാൽ അത് അകിടിൽ നിറഞ്ഞിരിക്കുകയാണ്. അവർ ആ ആടിനെ കറന്ന് യഥേഷ്ടം തൃപ്തിയോടുകൂടി കുടിച്ചു. വർഷങ്ങളായി ദാരിദ്ര്യം മാത്രം അനുഭവിച്ച ആ കുടുംബം ഒറ്റ രാത്രി കൊണ്ട് അതെല്ലാം പാടെ മാറുകയാണ്. പുലർച്ചെ ഹലീമയുടെ ഭർത്താവായ അബൂ കബ്ഷ എന്ന് വിളിപ്പേരുള്ള ഹാരിസ് അദ്ദേഹം ഹലീമയോട് പറഞ്ഞു, നീ ഒരു അനുഗ്രഹീത കുഞ്ഞിനെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അന്നേരം ആ മഹദിയും മറുപടി നൽകി, അല്ലാഹു ആണ്, ഞാനും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു നന്മ വന്നാൽ അഹങ്കാരമില്ലാതെ കൃതജ്ഞത രേഖപ്പെടുത്താൻ ആ കുടുംബത്തിന് അന്നേരം സാധിച്ചു എന്നുള്ളതാണ്. കാരണം മക്കയിൽ നിന്നും ആ കുഞ്ഞുമായി വീട്ടിലേക്ക് വരുന്ന വഴിയിൽ അവർക്കുണ്ടായ പല അനുഭവങ്ങളും ഓർത്തെടുക്കാൻ അന്നേരം അവർക്ക് സാധിച്ചു. വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവരുടെ മെലിഞ്ഞ ഒട്ടകം അത് മറ്റുള്ളവരുടെ ഒട്ടകങ്ങളെ മറികടന്ന് മുന്നേറുന്ന കാഴ്ച, വർഷങ്ങളായി ക്ഷീണിതമായ ഒട്ടകം എങ്ങനെയാണ് ഇങ്ങനെ മുന്നേറാൻ സാധിക്കുന്നത്, അവർ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കാരണമായി. സഹോദരങ്ങളെ, വരൾച്ച ബാധിച്ച ഒരു പ്രദേശത്ത് എല്ലാവരുടെയും ആടുകൾ ക്ഷീണിതരായി നിൽക്കുന്ന സമയത്ത് ഹലീമയുടെ ആടുകൾ തടിച്ചു കൊഴുത്ത് അകിടിൽ പാൽ നിറഞ്ഞൊഴുകി മറ്റുള്ള ആളുകൾ ചോദിക്കുന്ന അവസ്ഥയുണ്ടായി, നിങ്ങളുടെ ആടുകളെ എവിടെയാണ് മേയുന്നത് എന്ന്. അന്നേരം അവർ മറുപടി പറഞ്ഞു, നിങ്ങൾ മേയുന്നിടത്ത് തന്നെയാണ് എൻ്റെ ആടിനെയും മേയുന്നത്. ഒരേ സ്ഥലം, ഒരേ മണ്ണ്, ഒരേ പുല്ല്, ഒരേ കാലാവസ്ഥ.
പക്ഷേ ഫലം മാത്രം വ്യത്യാസമുണ്ട് എന്നർത്ഥം. ഇതെങ്ങനെ സാധിക്കുന്നു? ഇതാണ് സഹോദരങ്ങളെ ബറക്കത്ത് എന്ന് പറയുന്ന ആശയം. ബറക്കത്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അളവിൽ കൂടുതലല്ല, മറിച്ച് അതിൻ്റെ ഫലത്തിൽ കൂടുതലാണ്. കുറഞ്ഞ വിഭവത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്ന, ചെറിയ ശ്രമത്തിൽ ഏറ്റവും വലിയ നേട്ടം നേടിയെടുക്കാൻ സാധിക്കുന്ന, സാധാരണ സാഹചര്യങ്ങളിൽ നിന്ന് അപ്പുറമായി അസാധാരണമായ ഒരു ഫലം നേടിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് ബറക്കത്ത് എന്ന് പറയുന്നത്. അത് ആ കുടുംബം അനുഭവിച്ചറിയുകയായിരുന്നു എന്നർത്ഥം. സഹോദരങ്ങളെ, ഇവിടെ ഒരു അനാഥനായ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച ഒരു കുടുംബം, അവർ പിന്നീട് അനുഗ്രഹത്തിൻ്റെ ഒരു കേന്ദ്രമായി മാറുകയാണ്. പലപ്പോഴും പല ആളുകളും പറയാറുണ്ട് നമ്മുടെ വീടുകളിൽ അനുഗ്രഹം കുറവാണ് എന്ന്. അവിടെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, നമ്മുടെ വീടുകളിൽ ദുർബലരായ അനാഥകൾക്ക് എന്തെങ്കിലും സ്ഥാനം നൽകുന്നുണ്ടോ എന്ന്. നമ്മളൊക്കെ ഭാരമാണ് എന്ന് കരുതുന്ന പലതിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ഒളിപ്പിച്ചിട്ടുണ്ടാകും. അത് നേടിയെടുക്കാനുള്ള വിശാലമായ ഹൃദയം, അതാണ് ഹലീമയുടെ കുടുംബത്തിൽ സംഭവിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അതിനൊക്കെ അപ്പുറത്ത് അവർ ഏറ്റെടുത്ത ആ കുഞ്ഞ്, അത് ലോകത്തിൻ്റെ സ്രഷ്ടാവായ പടച്ചതമ്പുരാൻ ലോകത്തിലേക്ക് നിയോഗിച്ച അന്ത്യപ്രവാചകനാണ് എന്ന പ്രത്യേകത എല്ലാറ്റിനേക്കാളും വലിയ സ്ഥാനം അർഹിക്കുന്നതാണ് എന്നത് കൂടി നമ്മൾ ഇതോടൊപ്പം തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ പോകുന്ന അവൻ്റെ പ്രവാചകനെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ ആ പ്രവാചകൻ്റെ ശൈശവം അത് അത്ഭുതമാകുമെന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്ന പ്രത്യേകതയാണ്. മുലയൂട്ടാനായി വന്ന പലരും തങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ ഒരു കുഞ്ഞ്, അവരിപ്പോൾ ത്വായിഫിൻ്റെ താഴ്വരയിൽ അനുഗ്രഹത്തിൻ്റെ ഉറവയായി മാറുകയാണ്. ഇതൊരു സത്യവിശ്വാസികൾക്ക് വലിയ പാഠം നൽകുന്ന ഒരു ചരിത്രമാണ് സഹോദരങ്ങളെ. ദിവ്യപരിപാലനത്തിൻ്റെ 2 വർഷം പൂർത്തിയായി ആ കുഞ്ഞിൻ്റെ മുലകുടി കാലഘട്ടം അവസാനിച്ചപ്പോൾ അതിനിടയിൽ ആ കുഞ്ഞിൽ കണ്ട മാറ്റങ്ങൾ അത് സാധാരണമായിരുന്നില്ല. പ്രായത്തേക്കാൾ ശക്തിയുള്ള, വയസ്സിനേക്കാൾ സ്ഥിരതയുള്ള, മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വളർച്ച അന്ന് ആ കുഞ്ഞിൽ പ്രകടമായിരുന്നു. ജീവിതത്തിലെ ആദ്യ 2 വർഷങ്ങൾ മസ്തിഷ്ക വളർച്ചയുടെ ഏറ്റവും നിർണായക ഘട്ടമാണ് എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ ലഭിക്കുന്ന സ്നേഹവും സുരക്ഷയും പോഷക ആഹാരവും ഭാവിയിലെ ബുദ്ധിശേഷിയെയും വ്യക്തിത്വത്തെയും നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുണ്ട് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഗ്രാമത്തിൻ്റെ ശുദ്ധവായുവും മാതൃസ്നേഹത്തിൻ്റെ ചൂടും പ്രകൃതിയോട് ചേർന്ന ജീവിതവുമൊക്കെ ചേർന്നുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുന്നത്. 2 വർഷത്തിൻ്റെ കാലാവധി പൂർത്തിയായപ്പോൾ ഹലീമത്തു സഅദിയ ആ കുഞ്ഞിനെ അവരുടെ ഉമ്മയായ ആമിനയുടെ അടുക്കൽ കൊണ്ടുപോയി. ഒരു വശത്ത് സ്വന്തം മാതാവിൻ്റെ ഹൃദയം, മറുവശത്ത് വാത്സല്യത്തോടുകൂടി മുലയൂട്ടി വളർത്തിയ ഒരു ഉമ്മയുടെ ഹൃദയം. കുഞ്ഞിനെ തിരിച്ചു നൽകേണ്ട നിമിഷം മുലയൂട്ടി വളർത്തിയ ഹലീമയുടെ മനസ്സ് അതിന് തയ്യാറായിരുന്നില്ല. ആ കുഞ്ഞിൻ്റെ കുടുംബവുമായി നടത്തിയ ഒരു കരാർ ബന്ധം എന്നതിലപ്പുറം മറ്റൊരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത രൂപത്തിൽ അതൊരു സ്നേഹബന്ധമായി മാറിയിരുന്നു. അന്നേരം ആ കുടുംബത്തോട് ഹലീമത്തു സഅദിയ പറഞ്ഞു, ഈ കുഞ്ഞിനെ കുറച്ചുകാലം കൂടി എൻ്റെ കൂടെ നിർത്തട്ടെ. അത് വെറുമൊരു അഭ്യർത്ഥനയായിരുന്നില്ല, മറിച്ച് ഹൃദയത്തിൻ്റെ ഒരു വേദനയായിരുന്നു അത്. 2 വർഷം ഒരു കുഞ്ഞിനെ പാലൂട്ടി വളർത്തുമ്പോൾ ഒരു ഉമ്മയുടെ മനസ്സിൽ ഒരു മാനസിക ബന്ധം രൂപപ്പെടും. ഒരു കുഞ്ഞും ഒരു ഉമ്മയും തമ്മിലുള്ള ഈ ബന്ധം അത് 2 പേരുടെയും മനസ്സിനെ സ്നേഹത്തിൽ വർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അന്ന് ആ കുഞ്ഞിനെ വിട്ടുനിൽക്കുന്നത് തൻ്റെ ശരീരത്തിലെ ഒരു ഭാഗം വിട്ടുനിൽക്കുന്നത് പോലെയാണ്. അതുകൊണ്ടാണ് ഹലീമ ആവർത്തിച്ച് അഭ്യർത്ഥിച്ചത് തനിക്ക് ആ കുട്ടിയെ പരിചരിക്കാൻ ഇനിയും സമയം നൽകണമെന്ന്. അവർ കണ്ട അനുഗ്രഹങ്ങളും വീട്ടിലെ സമാധാനവും ആടുകളുടെ സമൃദ്ധിയും ജീവിതത്തിലെ മാറ്റവും ഇതൊക്കെ തങ്ങൾക്ക് ലഭിച്ചത് ഈ കുഞ്ഞിലൂടെയാണ്. ഈ കുഞ്ഞ് ഒരു സാധാരണ കുഞ്ഞല്ല എന്നവർ മനസ്സിലാക്കിയിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയായ ആമിനയെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിനെ കണ്ടപ്പോൾ തന്നെ അവർക്ക് സമാധാനമായിരുന്നു. ആരോഗ്യത്തോടെ വളർന്ന കുഞ്ഞ്, ശക്തിയും പ്രകാശവും നിറഞ്ഞ ഒരു മുഖം, തൻ്റെ മകൻ നന്നായി വളരുന്നു എന്ന് മനസ്സിലാക്കിയ ആ ഉമ്മ ഹലീമയുടെ ആവർത്തിച്ചു കൊണ്ടുള്ള അഭ്യർത്ഥനയും അവരുടെ കണ്ണിലൂടെ പ്രകടമായ സ്നേഹവും ഒടുക്കം അവർക്ക് അനുവാദം നൽകാൻ കാരണമായി. അങ്ങനെ ഹലീമത്തു സഅദിയ ആ കുഞ്ഞിനെയും കൊണ്ട് വീണ്ടും ത്വായിഫിലേക്ക് തിരിച്ചുപോയി. ഇതും സഹോദരങ്ങളെ ഒരു സാധാരണ യാത്രയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകനെ ഘട്ടം ഘട്ടമായി വളർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ വ്യക്തമായ ചിത്രമാണ് എന്ന് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മക്കയിൽ ജനിച്ച, ഗ്രാമത്തിൽ വളർന്ന, അനാഥത്വത്തിൻ്റെ അനുഭവം പേറിയ ഒരു കുഞ്ഞ് പ്രകൃതിയുടെ കരുത്തോടുകൂടി വളർന്നു വരികയാണ്. ഇതൊക്കെ ഒരു മഹാനായ പ്രവാചകൻ്റെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച ഘടകങ്ങളാണ്. ഒരുപക്ഷേ നമ്മളൊക്കെ പലപ്പോഴും ചിന്തിച്ചു പോകും,
എന്തുകൊണ്ടാണ് പ്രവാചകൻ്റെ ജീവിതത്തിൽ ഇത്തരം മാറ്റങ്ങൾ ഉണ്ടായി എന്നത്? സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിയെ വലിയ ദൗത്യത്തിൽ ഒരുക്കുമ്പോൾ ആ വ്യക്തിയുടെ ബാല്യവും പ്രത്യേകമാക്കും. ഒരു കുഞ്ഞിൻ്റെ ശൈശവത്തിൽ പോലും അള്ളാഹുവിൻ്റെ പദ്ധതി അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒരു കുഞ്ഞിനെ ഗ്രാമത്തിലേക്ക് അയച്ച സംഭവം ചരിത്രത്തിൽ ഇതൊരു ചെറിയ സംഭവമായിട്ട് നമുക്ക് തോന്നാം. എന്നാൽ അള്ളാഹുവിൻ്റെ പദ്ധതിയിൽ അതൊരു വലിയ ഘട്ടമായിരുന്നു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യ സന്ദേശം ലഭിക്കുന്നതിന് മുമ്പ് സംസാരിക്കാൻ തുടങ്ങുന്ന പ്രായത്തിൽ തന്നെ ഗ്രാമപ്രദേശത്ത് വളർന്നുകൊണ്ട് ഏറ്റവും ശുദ്ധവും കലർപ്പുമില്ലാത്ത സ്പഷ്ടമായ അറബി ഭാഷ സംസാരിക്കാനുള്ള അവസരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചു. മക്ക എന്ന് പറയുന്നത് അന്ന് അതൊരു വ്യാപാര കേന്ദ്രമാണ്. വിവിധ ഗോത്രങ്ങൾ, വിവിധ ഭാഷാശൈലികൾ ആ പ്രദേശത്ത് കൂടിക്കലർന്നത് കൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പഠിക്കുമ്പോൾ അങ്ങനെ കൃത്യമായ സ്പഷ്ടമായ ഭാഷ പഠിക്കാൻ അവസരം ലഭിച്ചു കൊള്ളണമെന്നില്ല. എന്നാൽ ബനൂ സഅദ് ഗോത്രത്തിൻ്റെ വളരെ പ്രസിദ്ധമായ അറബി ഭാഷാ ശൈലി, അതിൻ്റെ ശുദ്ധതക്കും അതിൻ്റെ ഗാംഭീര്യവും മനസ്സിലാക്കാൻ ചെറുപ്രായത്തിൽ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. കാരണം ഒരു ദിവസം ഈ കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ ഇറങ്ങേണ്ടത് ലോകസൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വാക്കുകളാണ്. പരിശുദ്ധ ഖുർആനിലെ 26-ാമത്തെ അധ്യായമായ സൂറത്ത് അശൂറയിലെ 193 മുതൽ 195 വരെയുള്ള സൂക്തങ്ങളിൽ കാണാം അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലേക്ക് ഇറക്കിയതിനെ കുറിച്ച് പറയുകയാണ്. നസ്ല ബിഹിൽ റൂഹുൽ അമീൻ, ആ വിശ്വസ്തനായ ആത്മാവ് അഥവാ ജിബ്രീൽ അതും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. അലാ ഖൽബിക ലിതകൂന മിനൽ മുൻതിരീൻ, നിന്റെ ഹൃദയത്തിൽ നീ താക്കീത് നൽകുന്നവരുടെ കൂട്ടത്തിൽ ആയിരിക്കുവാൻ വേണ്ടി. ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, സ്പഷ്ടമായ അറബി ഭാഷയിലാണ് അത് ഇറക്കിയിട്ടുള്ളത് എന്ന്. ഇവിടെ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം, പരിശുദ്ധ ഖുർആൻ അത് വെറും സാധാരണയായുള്ള അറബി ഭാഷയിൽ ഇറക്കിയിരിക്കുന്നു എന്നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. മറിച്ച് മുബീനായ സ്പഷ്ടമായ അറബി ഭാഷയിലാണ് ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ളത്. ആ സ്പഷ്ടമായ അറബി ഭാഷ സ്വീകരിക്കാൻ, ആ സ്പഷ്ടമായ അറബി ഭാഷയുടെ സൂക്ഷ്മതയും മാധുര്യവും ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു ഹൃദയം, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയാണ് ബനൂ സഅദ് ഗോത്രത്തിൽ ഹലീമയുടെ കൂടെ പ്രവാചകൻ്റെ ശൈശവം ചെലവഴിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുന്നത്. ഇന്ന് നമ്മൾ കാണുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ച ഓരോ വാക്കും അത് സാഹിത്യത്തിൻ്റെ ഉന്നത നിലവാരം പുലർത്തുന്ന ഭാഷയാണ്. പ്രവാചകൻ്റെ തിരുമൊഴികളായി അറിയപ്പെടുന്ന ഹദീസുകളുടെ ഭാഷ അത് അങ്ങേയറ്റത്തെ സൂക്ഷ്മതയും ആഴവും നിറഞ്ഞിട്ടുള്ള ഒരു ഭാഷയാണ്. ഇത് യാദൃശികമല്ല എന്നർത്ഥം. മറിച്ച് ചെറുപ്രായത്തിൽ തന്നെ പ്രവാചകന് ലഭിച്ച ദിവ്യ പരിശീലനമായിരുന്നു ഇത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതുപോലെ തന്നെ ത്വായിഫിൽ പ്രവാചകൻ്റെ ജീവിതം പ്രകൃതിയോട് ചേർന്ന ജീവിതമായിരുന്നു. ഗ്രാമപരിസരത്തിൽ വളരുന്ന കുട്ടികൾ പ്രകൃതിയുമായി കൂടുതൽ ഇടപെടുന്നത് കൊണ്ട് തന്നെ പ്രതിരോധശേഷി വർദ്ധിക്കും എന്നുള്ളത് അറിയപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാമല്ലോ, ഭാവിയിൽ ത്വായിഫിലെ കല്ലേറുകളേൽക്കാൻ, മക്കയിലെ പീഡനങ്ങൾ ഏറ്റുവാങ്ങാൻ, 3 വർഷത്തെ ഉപരോധം നേരിടാൻ, മദീനയിലേക്കുള്ള ഹിജറയുടെ പ്രയാസങ്ങൾ അനുഭവിക്കാൻ, അതിനുശേഷമുള്ള ഒരുപാട് യുദ്ധങ്ങൾ, ദൈവികമായ ഒട്ടനവധി ഉത്തരവാദിത്തങ്ങളുടെ ഭാരമേറ്റെടുക്കൽ, ഇതെല്ലാം നേരിടേണ്ട ഒരു വ്യക്തി കുട്ടിക്കാലം മുതൽ തന്നെ നല്ല കരുത്തുള്ള ഒരു വ്യക്തിത്വമാകണം. ഇതെല്ലാം ത്വായിഫിലെ തൻ്റെ കുട്ടിക്കാലത്തെ ജീവിതത്തിലൂടെ മാനസികമായ പക്വത നേടിയെടുക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചിട്ടുണ്ട് എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. സഹനവും കഠിനാധ്വാനവും ലാളിത്യവും പ്രകൃതിയോടുള്ള അടുപ്പവും ആത്മവിശ്വാസവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതലായും ആർജിച്ചെടുത്തത് ഗ്രാമപരിസരത്തിൽ ജീവിക്കാൻ അവസരം ലഭിച്ചത് മുഖേനയാണ്. സഹോദരങ്ങളെ, ഈ ഒരു നേതാവിൻ്റെ രൂപീകരണം കൗമാരത്തിൽ അല്ല തുടങ്ങിയിട്ടുള്ളത്, അത് ശൈശവത്തിലാണ് എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. സഹോദരങ്ങളെ, ഈ വിഷയം അവസാനിപ്പിക്കുമ്പോൾ ഇവിടെ പറയാനുള്ളത്, മക്കയിൽ എല്ലാവരും ഭാവിയില്ല എന്ന് കരുതി എഴുതിത്തള്ളിയ ഒരു കുഞ്ഞ് ഒരു കുടുംബത്തിൻ്റെ ഭാവി മാറ്റി എന്നുള്ളതാണ്. ഒരു സ്ത്രീയുടെ ജീവിതം മാറ്റി എന്നുള്ളതാണ്. ഒരു താഴ്വരയുടെ ചരിത്രം മാറ്റി എന്നുള്ളതാണ്. ആ കുഞ്ഞിനെ സ്വീകരിച്ച വീട് എല്ലാ നിലക്കും സമ്പന്നമായി. ഇന്ന് ഹലീമ അസ്സഅദിയ, ഇന്ന് ലോകത്തെമ്പാടുമുള്ള കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ ആദരവോടെ ഓർക്കുന്ന ഒരു പേരായി മാറി. ഒരു കുഞ്ഞിൻ്റെ മുലകുടി പ്രായം അതൊരു ലോക ദൗത്യത്തിൻ്റെ പ്രാരംഭ അധ്യായം തന്നെ കുറിച്ചു. ലോകത്തെ നയിക്കാൻ വന്ന പ്രകാശത്തിൻ്റെ ആദ്യ കിരണങ്ങളായി മാറി.
ആ പ്രകാശം ഇന്നു നമ്മുടെ മാർഗദർശനമായി മാറി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ആ പ്രകാശത്തെ മനസ്സിലാക്കുന്നവരിലും അതിനെ പിന്തുടരുന്നവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.